തലയിൽ എന്താണ്? തേനീച്ചയാണോ? ഏത് സ്കൂളിലാ? എത്ര എന്താ പേരെന്താ? കാർത്തികേയൻ. ബാഗൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിയോ? ഇഷ്ടപ്പെട്ടോ സ്കൂള്? ഇഷ്ടപ്പെട്ടോ? സന്തോഷാണോ? ഇങ്ങനെ സന്തോഷമുള്ള മുഖങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഇങ്ങനെ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഇത് ഇവിടെ രണ്ടുപേരെ നമ്മൾ നേരത്തെ വരുമ്പോഴേ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. പേരെന്താ? പേരെന്താ? നിങ്ങൾ സുഹൃത്തുക്കളാണോ? നേരത്തെ ഫ്രണ്ട്സാ? അല്ല, ആണ്. സ്കൂളിൽ ഫ്രണ്ട്സാ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആദ്യമേ ഞങ്ങൾ അപ്പുറത്തെ സ്കൂളിലായിരുന്നു, ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ വീണ്ടും കണ്ടു. നമുക്കേ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കും. ഒരു പാട്ട് പാടി കൊടുക്കോ? എനിക്ക് പാട്ട് ഇഷ്ടമല്ല. ഒരു പാട്ട് എനിക്ക് ഇഷ്ടമല്ല. പാട്ട് ഇഷ്ടമല്ല അരുൺ, അതുകൊണ്ട് പാടുന്നില്ല. പാടുവോ? മോൻ പാടുവോ? പാടാൻ ഇഷ്ടമല്ല. ബാഗൊക്കെ വാങ്ങിയോ? ഇല്ല, ബോട്ട്സ് മേടിച്ചു. ബോട്ട്സ് അല്ല, പൗച്ച് വാങ്ങിച്ചു. എന്താ തലയിൽ എന്താ കിടക്കണേ? എന്തോ ഒരു സംഭവം തപ്പി. മൊയലാണോടാ? മൊയലല്ല, പല്ലില്ലാത്ത മൊയൽ. പല്ലില്ലാത്ത മൊയലാണ്. പല്ലില്ലാത്ത മൊയലാണ് കുട്ടിയുടെ തലയിൽ തൊപ്പിയായിട്ട് വെച്ചുകൊടുക്കണത്. അങ്ങനെ മൊയലുണ്ട്, തേനീച്ചയുണ്ട്, അങ്ങനെ നിരവധി കുട്ടികളുടെ തൊപ്പിയൊക്കെ കാണാൻ കളർഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരും അങ്ങനെ കരയുന്ന. പേരെന്താ? സ്കൂളിൽ വന്നപ്പോ സന്തോഷമായോ? കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഫ്രണ്ട്സിനൊക്കെ കണ്ടു? ഇല്ല, ഇനി പരിചയപ്പെടണം. ഒരു പാട്ട് പാടിത്തരോ? അങ്ങ് മാനക്കോണില് വിങ്ങി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോല കൺമുയൽ. മതി, സൂപ്പറാണല്ലോ. പേരെന്തായിരുന്നു? ത്രിലോകേവി. ത്രിലോകാണ് ഈ പാട്ട് പാടിയത്. അങ്ങനെ ഈ വന്നതിന്റെ ഒരു പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ കണ്ടതിന്റെ ഒരു ഇതൊക്കെ കുട്ടികളിൽ കാണാൻ പറ്റും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അരുൺ ഭയങ്കര ഹാപ്പി ആയി, സന്തോഷമായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ 1ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഇങ്ങനെ ഈ തൊപ്പിയൊക്കെ വെച്ച് കാണുന്നത്. തൊട്ട് പിറകിലായി തന്നെ 2ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ സീനിയർ എന്നൊക്കെ പറയുന്നത് പോലെ 1ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 2ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ സ്വീകരിക്കാൻ നിരവധി കുട്ടികളുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ ഏതായാലും ഗംഭീരമായി അലങ്കരിച്ചിട്ടുണ്ട്. ബലൂണുകൾ അങ്ങനെ പല വിധേനയും അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതാ നമുക്ക് കാണാൻ കഴിയും അവിടെ ബാഗ്, വാട്ടർ ബോട്ടിലൊക്കെ തന്നെയും പുസ്തകങ്ങളൊക്കെ തന്നെയും കുട്ടികൾക്കായി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് വരുന്നത്. അങ്ങനെ മാജിക് ഒക്കെ കാണിച്ച് കുട്ടികളെ ഇങ്ങനെ ഈ സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ പഠനത്തിന്റെ ഒരു മാജിക്കിലേക്ക് കൂടി എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവരൊക്കെ ത്രില്ലിലാണ് കേട്ടോ. ഒന്നാമത് അവിടെ കോട്ടൺ ഹില്ലിൽ തന്നെ LKG UKG പഠിച്ചു വന്ന കുട്ടികളാണ്. അതുകൊണ്ട് നേരത്തെ കണ്ടു പരിചയമുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. കുഞ്ഞാ, പേരെന്താ? ഫ്രണ്ട്സ് ആണോ നിങ്ങള്? ആണോ? നേരത്തെ കുട്ടികളാണോ? പേരെന്താ? ഒരു പാട്ട് പാടുവോ രണ്ടുപേരും കൂടി? ഒരു പാട്ട്. ബാഗൊക്കെ എടുത്തോടാ? ആണോ? എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സ്കൂളിലേക്ക്? ബിസ്ക്കറ്റും വെള്ളവും. ഇതാ നിങ്ങൾക്ക് തരാനാണ് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ അതൊക്കെ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ആണോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഇതാ അരുൺ നമുക്കിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ തലയിലെ ഇതൊക്കെ ലൂസായതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ഇടയ്ക്കിടെ അതൊക്കെ തലയിൽ വെച്ച് നോക്കുന്നുണ്ട്. ഇത് തന്നെയാണോ, തേനീച്ച തന്നെയാണോ, മുയലാണോ എന്നൊക്കെ ഇടയ്ക്കിടെ വെച്ച് നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ല വർണ്ണാഭമായ കാഴ്ചയാണ് നമുക്ക് ഈ കോട്ടൺ ഹിൽ LP സ്കൂളിലേക്ക് വന്നാൽ കാണാൻ പറ്റുന്നത്. കുറച്ചു പേരൊക്കെ ഇങ്ങനെ ഒരാൾ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. യൂണിഫോം ഒക്കെ കിട്ടിയോ? ഇഷ്ടപ്പെട്ട സ്കൂള്? ഫ്രണ്ട്സൊക്കെ എവിടെ? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടിത്തരാവോ? ഒരു പാട്ട്. ഏത് പാട്ടാ ഓർമ്മയുള്ളത്? ഓർമ്മയില്ല. പേരെന്തായിരുന്നു? വിദ്യ. വിദ്യ. ഇഷ്ടപ്പെട്ട സ്കൂളൊക്കെ ആണോ? തലയിൽ എന്താണ്? മുയലാണോ? ആണോ? മുയലുണ്ട്, തേനീച്ചയുണ്ട് അല്ലേ? അപ്പോ മുയലായും തേനീച്ചയായും ഒക്കെ അവരുടെ ഭാവനകൾ ഇനി വിടരട്ടെ.
ഈ സ്കൂളിൽ കോട്ടൺ ഹിൽ സ്കൂളിൽ പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ഇത് ഗേൾസ് സ്കൂളാണെങ്കിലും 4ാം ക്ലാസ് വരെ ബോയ്സിനും അവിടെ പഠിക്കാൻ പറ്റും. LKG UKG ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഒരു പേടിയും ആർക്കും ഇല്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. പിന്നെ ഇതെന്താണ് ഈ നടക്കുന്നത് എന്ന് മാത്രം ഒരു ആകാംക്ഷയുണ്ട്. അല്പസമയത്തുള്ളിൽ അവിടെ മാജിക് ഒക്കെ വരും. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പിയാവും, തിരിച്ചു പോകും എന്നുള്ളതാണ്. LKG പോകുമ്പോഴാണ് കുരുന്നുകൾ പലപ്പോഴും കരഞ്ഞിട്ട് പോകുന്നത്. ഇപ്പോൾ പണ്ട് 1ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ LKGയിലായി, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. രക്ഷിതാക്കളൊക്കെ എത്തി കുരുന്നുകളെ ഇരുത്തുന്നു. ഒരു കുരുന്നും കാര്യമായി കരയുകയോ അങ്ങനെ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. LKG UKG എക്സ്പീരിയൻസ് കിടക്കുകയല്ലേ. അപ്പോൾ സീനിയേഴ്സായിട്ടാണ് 1ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് കുറുമ്പന്മാർ. ഇനി നമുക്ക് പെരിങ്ങളത്തേക്കൊന്ന് പോകണം. സിനോജ് ഉണ്ട് അവിടെ. സിനോജ്, പെരിങ്ങളത്ത് ഉത്സവാന്തരീക്ഷമാണ്. അവിടെ കൊട്ടുണ്ട്, പാട്ടുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അവിടെ മുഹമ്മദ് റിയാസ് ആണ് വരിക. മിനിസ്റ്റർ എത്താറായോ? വിദ്യാർത്ഥികളൊക്കെ കോട്ടൺ ഈ പെരിങ്ങളത്ത് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞോ? അധ്യാപകരും ഒക്കെ വളരെ ഹാപ്പി ആയിരിക്കും ഇന്നത്തെ ദിവസം. അരുൺകുമാർ, എല്ലാവരും ഹാപ്പിയാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഇതാണ് പരിപാടി നടക്കുന്ന ഹാള്. LKG ഉണ്ട്, 1ാം ക്ലാസ് ഉണ്ട്, എല്ലാ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഈ പുറത്ത് ആനയുണ്ട്, ചെണ്ടമേളമുണ്ട്, തെയ്യമുണ്ട്, പല രൂപത്തിലുള്ള പാവകളുണ്ട്, ബലൂണുകളുണ്ട്. അതൊക്കെ തന്നെ കണ്ട് കുട്ടികൾ അകത്തോട്ട് കയറി വന്ന് ഈ 1ാം നിരയിൽ ഒറ്റയ്ക്ക് കസേരയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ചില കുട്ടികൾ പതുക്കെ കരയുന്നുണ്ട്, അമ്മമാരെ കാണാത്തതുകൊണ്ട് കരയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം കുട്ടികൾ ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ സന്തോഷത്തോടെ കൂളായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കുട്ടികളുടെ തലയിലും പൂച്ചക്കുട്ടിയുടെ ചിത്രം വെച്ച കിരീടമുണ്ട്, കയ്യിൽ ബലൂണുണ്ട്. എല്ലാവരും ഹാപ്പിയായിട്ട്. മോളുടെ പേരെന്താ വാങ്ങയുടെ? അടിപൊളി. എത്ര LKG ആണ്? 1ാം ക്ലാസ് ആണോ? 1ാം ക്ലാസ്സിലേക്കാ? 1ാം ക്ലാസ്സിലേക്ക്. സുന്ദരിയായിട്ട് മിടുക്കിയായിട്ട് ഇരിക്കുന്നു, ഒരു പേടിയില്ല. 1ാം നേരം തന്നെ കയറിയിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ 1-2 കുട്ടികൾ അമ്മമാരുടെ മടിയിൽ നിന്ന് ഇറങ്ങാതെ വാശി പിടിച്ചിരിക്കുന്നത് കാണാം. വല്യമ്മയുടെയൊക്കെ മടിയിൽ തന്നെ ഇരിക്കുന്നത് കാണാം. അത് LKGയിൽ ചേരാൻ വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അമ്മമാരുടെ മടിയിൽ സേഫായിട്ട് ഇരിക്കുന്നു. ഏതായാലും ഈ ആദ്യ ദിനത്തിലേക്ക് ഭൂരിഭാഗം കുട്ടികൾ ഒട്ടും പേടിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ആദ്യം വന്നൊരു കുട്ടി അവിടെ ഇരിപ്പുണ്ട്. അവൻ ഭയങ്കര കൂളായിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവനോടൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി ബാലരമയും മിന്നാമിന്നിയും ഒപ്പം തന്നെ ബാലഭൂമിയൊക്കെ തന്നെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അതൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. ബലൂൺ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. മോൻ്റെ പേരെന്താ? തനിഷ്ക്. എത്രാം ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിലേക്കാണോ?